ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലൈഫ് ഈസ് ലവ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വറുത്തരച്ച കറിയാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ ചെറിയ ഉള്ളി മേടിച്ചപ്പോൾ ഒരു കൗതുകം തോന്നിയാണ് ഞാനിത് റെക്കോർഡ് ചെയ്ത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് വറുത്തരച്ച കറി വെക്കാനായിട്ട് നമ്മളിവിടെ എടുത്തേക്കുന്ന ഫിഷ് സ്രാവാണ്. അപ്പം നമ്മുടെ വീട്ടിലോട്ട് അധികം മേടിക്കാത്ത ഒരു ഫിഷാണ് ഈ സ്രാവ്. അപ്പോൾ എന്നാലും നമ്മൾ ഇപ്പം കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ വീട്ടിലോട്ട് ഇത് മേടിക്കുന്നതും. വറുത്ത തേങ്ങ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്കിത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പം നമുക്ക് ആദ്യം ഒരു പാനിലോട്ട് നമ്മുടെ വറുത്ത തേങ്ങ ഇട്ട ശേഷം അതിനകത്തോട്ട് നമ്മൾ വറ്റൽമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് ഇതെല്ലാം കൂടെ ഇട്ട ശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം ഇതിനകത്തോട്ട് തന്നെ നമ്മൾ ഉലുവ കൂടി ചേർക്കുന്നുണ്ട്. ഇത് നല്ല ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മൾ മിക്സിയിലോട്ട് പുളിയും കൂടെ ആഡ് ചെയ്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഞാൻ വെള്ളം ചേർക്കാതെയാണ് ഞാൻ നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തെടുത്തത്. ഇനി നമുക്ക് വേണ്ടുന്നത് ചെറിയ ഉള്ളിയാണ്. ഓൾറെഡി ഇവിടെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലോട്ട് നമുക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി ഇതെല്ലാം ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഞാനിവിടെ ഓൾറെഡി സ്രാവ് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വാടി വന്ന ഉള്ളിലോട്ട് നമുക്ക് കറിവേപ്പിലയും നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന വറുത്ത തേങ്ങയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി വെക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് കരിയാതെ മിക്സ് ചെയ്തെടുക്കുക. ഇതിലൂടെ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. കറി നല്ല തിക്കായിരിക്കണമെങ്കിൽ അതുപോലെ വെള്ളം ആഡ് ചെയ്യുക. തിന്നായിരിക്കണമെങ്കിൽ നമുക്ക് കുറച്ചേറെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത ശേഷം നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വറുത്തരച്ച കറി ഏകദേശം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പം നല്ലപോലെ മീൻ വെന്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വറുത്തരച്ച സ്രാവ് കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഏത് മീൻ വേണമെങ്കിലും നമുക്കിത് സെയിം റെസിപ്പി വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം നല്ലൊരു വ്ലോഗുമായിട്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്ദി.